ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ലാസ്റ്റ് വിച്ച് ഹണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ വൺ ലൈൻ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ആ ഒരു ഇൻട്രസ്റ്റ് കളയുന്നില്ല. നിങ്ങൾ ഈ ഒരു മൂവി ഇതിന് മുന്നേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. ഫാന്റസി ത്രില്ലർ മൂവികളിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ്. അതുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു കഥ തുടങ്ങുന്നത് 800 വർഷങ്ങൾക്ക് മുന്നെയാണ്. കാണിക്കുമ്പോൾ മഞ്ഞു മൂടിയ വലിയൊരു പ്രദേശം, അതിലേക്ക് ഒരുപാട് ആയുധങ്ങളുമായിട്ട് ഒരു കൂട്ടം ആളുകൾ, അവരെ നൈറ്റ്സ് എന്നാണ് പറയുന്നത്, അവരെല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു. ഇപ്പൊ ഇവരെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേഗ് എന്ന് പറഞ്ഞ വലിയൊരു അസുഖം കാരണം മനുഷ്യരാശി മുഴുവനായിട്ടും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലേഗ് എന്ന് പറഞ്ഞ അസുഖം സാധാരണ വന്നതല്ല. ആ ഒരു അസുഖം പടർത്തി വിട്ടതേ മന്ത്രവാദിനികളുടെ രാജ്ഞിയാണ്. കാരണം ഭൂമി മുഴുവനായിട്ടും അവർക്ക് കൈക്കലാക്കാൻ വേണ്ടി. അപ്പൊ ആ ഒരു രാജ്ഞിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു കൂട്ടവും അതിന്റെ തലവനായിട്ടുള്ള കൗൾഡർ എന്ന് പറഞ്ഞ ഒരാളും കൂടി ചേർന്നിട്ട് ഇവരെല്ലാവരും ആ ഒരു മന്ത്രവാദിനിയുടെ ഗുഹ കണ്ടുപിടിച്ചു. എന്നിട്ട് വലിയൊരു കുഴിയുണ്ട്, അതിന് മുകളിലേക്ക് വേണം കയറാനായിട്ട്. എല്ലാവരും അതിന് മുകളിലേക്ക് കയറി ഈ ഒരു മന്ത്രവാദിനെ അന്വേഷിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്കും നല്ല പേടിയുണ്ട്. അങ്ങനെ അകത്തേക്ക് ചെന്നിട്ട് ഇവർ നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മന്ത്രവാദിനി അവിടെ നിന്ന് വേറൊരു ഭാഷയിൽ എന്തോ ഒരു കാര്യം പറയുന്നു. ഇതിലൊരാൾ ഒരു കോടാലി എടുത്ത് അവർക്ക് നേരെ ഇങ്ങനെ എറിയുമ്പോഴത്തേക്കും അവരവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഇയാളായാലും ആ ഒരു കോടാലി എടുക്കാൻ വേണ്ടി അടുത്തേക്ക് ചെന്ന് അതിൽ കയ്യിലേക്ക് പിടിക്കുമ്പോൾ മുള്ളുകൾ പോലെ അയാളുടെ കയ്യിൽ വന്ന് തറയ്ക്കുന്നതും പെട്ടെന്ന് അയാൾക്ക് എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, അയാൾ താഴെ വീണ് പിടയ്ക്കാൻ തുടങ്ങുന്നു. അതുമല്ല, അയാളുടെ ശരീരത്തിനുള്ളിൽ നിന്നും ഒരുപാട് ഈച്ചകൾ പുറത്തേക്ക് വന്ന് അവിടെയുള്ള ഓരോരുത്തരായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അതുമല്ലാതെ ഈ ഒരു മന്ത്രവാദിനിയുടെ സഹായികള് ഒളിച്ചിരുന്നിട്ട് അവരെല്ലാവരും ഇപ്പോൾ വെളിയിലേക്ക് വന്ന് ഓരോരുത്തരെ കൊല്ലാൻ ശ്രമിക്കുന്നതും കൗൾഡർ എന്ന് പറഞ്ഞ ആ ഒരാള് അയാളുടെ ഒരു വാളെടുക്കുന്നു. അതിനകത്ത് ആ ഒരു വാളിൽ ഇരുമ്പും അതേപോലെ തന്നെ തീയും കൂടി മിക്സ് ആയിട്ട് ആ ഒരു തീ അങ്ങനെ കത്തിപ്പിടിക്കുന്നതും ആ ഒരു വാൾ ഉപയോഗിച്ച് ബാക്കിയുള്ള എല്ലാ വിച്ചേഴ്സിനെയും അയാൾ ഇങ്ങനെ കൊല്ലുകയാണ്. കാരണം അത് ഉപയോഗിച്ച് മാത്രമേ ഈ മന്ത്രവാദിനികളെ കൊല്ലാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ എല്ലാവരെയും കൊന്ന് അവസാനം ആ ഒരു രാജ്ഞിയെ തിരക്കി പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് താഴെ എന്തോ ഒരു ചത്ത കിളി പോലെ എന്തോ കിടക്കുന്നു. അതെടുത്ത് നോക്കുമ്പോഴത്തേക്കും അയാളുടെ മകളുടെ ഓർമ്മയാണ് അയാൾക്ക് വരുന്നത്. ആ ഒരു മകൾ ഓടി വന്ന് കൗൾഡറിനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ. അപ്പൊ തന്നെ കൗൾഡറിന് മനസ്സിലായി ഇതൊരിക്കലും റിയൽ അല്ല. കാരണം അയാളുടെ മകളും ഭാര്യയും മരണപ്പെട്ടു ഈ ഒരു പ്ലേഗ് കാരണം. അതിനുകൂടിയുള്ള പ്രതികാരത്തിന് വേണ്ടിയിട്ടാണ് കൗൾഡർ ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത്. അത് മനസ്സിലാക്കുന്നതും അയാൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് അതൊരിക്കലും റിയൽ അല്ല. പെട്ടെന്ന് ആ ഒരു രാജ്ഞി അയാളുടെ മുന്നിലേക്ക് വരുന്നതും ഇപ്പൊ ആ ഒരു രാജ്ഞിയും കൗൾഡറും കൂടി ചേർന്ന് നല്ലതുപോലെ ഫൈറ്റ് ചെയ്ത അവസാനം കൗൾഡറിനെ ആ ഒരു രാജ്ഞി താഴേക്കെടുത്തൊരു ഒറ്റയേറ്. അങ്ങനെ താഴെ വന്ന് വീഴുന്ന കൗൾഡറിന്റെ മുന്നിലേക്ക് ആ ഒരു രാജ്ഞി വന്ന് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പോൾ മരിക്കുമെന്നുള്ളൊരു അവസ്ഥ ആവുന്നതിന് മുന്നേ തന്നെ കൗൾഡർ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ ആ ഒരു വാളിൽ തീ പിടിപ്പിച്ചിട്ട് ആ ഒരു സ്ഥലം മുഴുവനായിട്ടും കത്തിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു മന്ത്രവാദിനിയെ അടുത്തുള്ള ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവരുടെ നെഞ്ചിലേക്ക് ആ ഒരു വാളും കുത്തിയിറക്കുന്നതും ആ ഒരു മന്ത്രവാദിനി മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ കൗൾഡറിന്റെ ഉള്ളിലേക്ക് അവരുടെ കൈ ഇങ്ങനെ ഇടിച്ചു കയറ്റിയിട്ട് ഇപ്പൊ കൗൾഡറിന് ഒരു ശാപം കൊടുക്കുന്നു. വേറൊന്നുമല്ല, കൗൾഡറിന് ഒരിക്കലും മരണം ഉണ്ടാവത്തില്ല. അവ സ്നേഹിക്കുന്നവരെല്ലാം ഓരോ കാലഘട്ടത്തിലും മരണപ്പെട്ട് അതെല്ലാം കണ്ട് ഒരിക്കലും മരണമില്ലാത്തൊരു ജീവിതം അവന് ജീവിക്കേണ്ടി വരും. അങ്ങനെ ആ ഒരു ശാപം കൊടുക്കുന്നതും കൗൾഡർ അവിടെ വന്ന് വീഴുന്നതും ഈ ഒരു മന്ത്രവാദിന്റെ രാജ്ഞിയുണ്ടല്ലോ അവരും അവിടെ വെച്ച് ഇല്ലാണ്ടാവുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 800 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ പ്രസന്റിലെ കൗൾഡർ അവൻ ഇപ്പോഴും മരിച്ചിട്ടില്ല, മരണമില്ലാത്തൊരു ജീവിതം ജീവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വെളിയിൽ നല്ലതുപോലെ ഇടി, മിന്നല്, മഴ ഇതെല്ലാം ഒരുമിച്ച് തന്നെ വരുന്നു. അതുപോലെ വിമാനത്തിന്റെ ആ ഒരു ജനാലയിൽ ഊതി നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വിമാനത്തിനകത്ത് എന്തോ ഒരു മാന്ത്രികത സംഭവിച്ചതുപോലെ. അത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് ഒരു സ്റ്റാപ്ലർ പിന്നെടുത്തിട്ട് താൻ കുടിക്കുന്ന ആ ഒരു വെള്ളത്തിലിട്ട് അതുകൊണ്ട് ഈ ഒരു ഫ്ലൈറ്റിനുള്ളിലൂടെ നടന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ എവിടെയാണോ മാന്ത്രികത ഉള്ളത് ആ ഒരു സ്ഥലം അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഒരു പെണ്ണിന്റെ അടുത്തേക്ക് ആ ഒരു സ്റ്റാപ്ലറിന്റെ ദിശ അങ്ങനെ മാറുന്നതും അടുത്തുള്ള ആളുടെ ദേഹത്തേക്ക് കയ്യിലിരിക്കുന്ന ആ ഒരു വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അയാളെ നോക്കുമ്പോൾ തന്നെ അയാൾ പേടിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോകുന്നു. അങ്ങനെ ഹീറോ ആയാലും ആ ഒരു സീറ്റിലിരുന്നിട്ട് ആ ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ വിച്ച് കണ്ടറല്ലേ, ഇപ്പൊ എന്നെ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നീ ഒന്നും ചെയ്തില്ല, പക്ഷെ നിന്റെ ബാഗിലുള്ള ഒരു കാര്യം അത് കാരണമാണ് ഈ ഇടിയും മിന്നലും മഴയും ഇതെല്ലാം സംഭവിക്കുന്നത്. അത് നീ ഒരു വിമാനത്തിനകത്ത് വെച്ചാൽ അത് ചെയ്തു, അതുകൊണ്ട് അതിങ്ങ് എടുക്കാൻ പറയുന്നതും അവളിപ്പോൾ ഒരു പൊതി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് 800 വർഷങ്ങൾക്ക് മുന്നേയുള്ള ആളുകൾ യൂസ് ചെയ്തിരുന്നൊരു കാര്യമാണ്. ഈ ഒരു മഴയും കാര്യങ്ങളെല്ലാം വരാൻ വേണ്ടി ഈ ഒരു 3 കല്ലുകളും ഒരുമിച്ച് ചേർക്കുമ്പോഴത്തേക്കാണ് മഴയെല്ലാം പെയ്യുന്നത്. പക്ഷെ ഇതിലേക്ക് വെള്ളം ഒഴിക്കാത്തിടത്തോളം കാലം ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് അതിലെ മാന്ത്രികത നിറഞ്ഞ എന്തൊക്കെയോ പൊടികളൊക്കെ ഇട്ടിട്ട് ഇത് 3ഉം വേർതിരിച്ച് അത് ഹീറോ കയ്യിൽ തന്നെ വെച്ചേക്കും. അപ്പോഴേക്കാണ് ഈ ഒരു വിമാനത്തിന് വെളിയിൽ കാണിക്കുമ്പോൾ ഇപ്പോൾ മഴയും ഇടിയോ മിന്നലോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല. ആകാശം നല്ല ക്ലിയർ ആയി. അത് കഴിഞ്ഞിട്ട് ഹീറോ ആ ഒരു വിമാനത്തിൽ തന്നെ എയർ ഹോസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ലേഡിയെ പോയി കണ്ടിട്ട് അവളുമായിട്ട് നല്ലതുപോലെ പരിചയപ്പെടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും
ഡോളൻ 36 എന്ന് പറഞ്ഞ ഒരാളെ കാണിക്കുകയാണ്. ഇയാൾ സത്യത്തിലെ ഒരു പുരോഹിതനാണ്. ഇപ്പോൾ ഇയാള് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ മനുഷ്യരും മന്ത്രവാദിനികളും കൂടി ചേർന്നിട്ട് വലിയൊരു യുദ്ധം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരു കരാറിൽ ഏർപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ മന്ത്രവാദിനികൾക്കും ഭൂമിയിൽ തന്നെ ജീവിക്കാം, അത് മനുഷ്യരോടൊപ്പം. പക്ഷെ ഒരിക്കലും അവരുടെ ബ്ലാക്ക് മാജിക് പവറുകൾ യൂസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ആരെങ്കിലും മനുഷ്യനെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരെയും വിചാരണ ചെയ്ത് അവർക്കുള്ള ശിക്ഷ നടപ്പാക്കാനുള്ള ആക്സ് ആൻഡ് ക്രോക്സ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ആ ഒരു സംഘടനയിലെ പ്രധാന അംഗമാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ഹീറോയെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ സഹായിക്കാനും അതേപോലെ തന്നെ ഹീറോയ്ക്ക് മരണമില്ലാത്തൊരു ജീവിതമാണല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ ചരിത്രം മുഴുവനായിട്ട് എഴുതാനായിട്ടുള്ള ഒരു സഹായി മാത്രമാണ് ഡോളൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പുരോഹിതൻ. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം ഡോളൻ ആണെങ്കിലോ നേരെ നമ്മുടെ ഹീറോയെ കാണാനായിട്ട് ചെല്ലാണ്. അപ്പോഴേ അവർ പറയും ഹീറോ ഒരു മീറ്റിംഗിലാണെന്ന് പറയുന്നതും ഡോളൻ പറയും ശരി ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരിക്കുമ്പോൾ ആ ഫ്ലൈറ്റിൽ കണ്ടല്ലോ ഒരു പെണ്ണ്, അവൾ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഓ ഇതായിരുന്നില്ല അവന്റെ മീറ്റിംഗ്. അങ്ങനെ ഡോളൻ ആയാലും നേരെ അകത്തേക്ക് ചെന്ന് ഹീറോയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അല്ല നിനക്കൊരു കൂട്ടെല്ലാം വേണ്ടേ, ഞാൻ എന്തായാലും വിരമിക്കാൻ പോവാണ്, ഇത്രയും കാലം നിങ്ങളെ സഹായിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇനി എനിക്ക് പകരമായിട്ട് 37ാമത്തെ ഡോളൻ നിനക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും എന്നും പറഞ്ഞിട്ട് ആ ഒരുത്തിനെ പറ്റിയും നമ്മുടെ ഹീറോയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഹീറോ ആയാലും ഡോളൻ 36 വേണ്ടിയിട്ട് ഒരു സമ്മാനം കൊടുക്കുന്നു. 25 വർഷം തനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സേവനം അനുഷ്ഠിച്ചതിന്. അതും 800 വർഷം പഴക്കമുള്ള ഒരു പേനയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഡോളൻ 36 ഉണ്ടല്ലോ, അവനോടൊപ്പം തന്നെ ഡോളൻ 37 ഉണ്ട്. അതുപോലെ ഇനി ഡോളൻ 37ന്റെ ഫ്യൂച്ചർ എന്താണ്, നീ എങ്ങനെയാണ് അവനെ സഹായിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കൗൾഡറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം നീ നല്ലതുപോലെ തന്നെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോളൻ 37നോട് പറയുമ്പോഴത്തേക്കും അവനായാലും ഓക്കെ ഞാൻ അതുപോലെ തന്നെ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ അവൻ പുറത്തേക്ക് പോകുമ്പോൾ ഈ ഒരു സിറ്റിയുടെ ഏതൊരു വശത്ത് നിന്നും അവനെ ഒരു താടിക്കാരൻ കുറെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കുന്നത് പോലെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഒരു ഷോക്കിംഗ് ന്യൂസാണ് നമ്മുടെ ഹീറോ കേൾക്കുന്നത്. ഇത്രയും നാൾ അവനെ സഹായിച്ചുകൊണ്ടിരുന്ന ഡോളൻ 36 ഉണ്ടല്ലോ, അയാൾ മരണപ്പെട്ടു. അതോ അയാളുടെ വീടിനകത്താണ് ശരീരം കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഹീറോ ആയാലും നേരെ ചർച്ചിലേക്ക് പോവാണ് അയാളുടെ ഫ്യൂണറലിന് വേണ്ടിയിട്ട്. ആ ഒരു സമയത്ത് തന്നെ ഡോളൻ 37 ആ ഒരു പുതിയ പയ്യനുണ്ടല്ലോ, അവനായാലും ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ സഹായിയായിട്ട് ചാർജ് എടുക്കുകയാണ്. അതുമല്ല അത്രയും വിശ്വസ്തനായിട്ടുള്ള ഒരാളായിരിക്കണം ഹീറോയെ സഹായിക്കേണ്ടത് എന്നുള്ളൊരു ചുമതലയും അവൻ ഏറ്റെടുക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും വെളിയിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ അവൻ 800 വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ടല്ലോ, അത് മരണമില്ലാത്തൊരു ജീവിതം. അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂയോർക്ക് സിറ്റി ഇവിടെ ആദ്യമായിട്ട് വരുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സിറ്റിക്ക് അടിയിൽ ഒരു വലിയ ശവകുടീരം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും മനുഷ്യർ സാധാരണ രീതിയിൽ കാണാതെ അതിന് മുകളിൽ മണ്ണിട്ടിട്ടാണ് ഈ ഒരു സിറ്റി മുഴുവനായിട്ട് പണിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ ഡോളൻ 37നെ വിളിച്ചിട്ട് ഡോളൻ 36 ഉണ്ടല്ലോ അയാളുടെ വീട്ടിലേക്ക് വരികയാണ്. വീടിനകത്തേക്ക് കയറിയിട്ടാണ് ഡോളനോട് ചോദിക്കുന്നത് ഓക്കെ ഈ ഒരു മന്ത്രവാദികള് അവരുടെ ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ അവരുടെ ശാപം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോൾ വെള്ളം, തീ, വായു ഇത് 3 ഉപയോഗിച്ചിട്ടല്ലേ എന്ന് പറയുമ്പോൾ ഹീറോ ആയാലും അവിടെയുള്ള ആ ഒരു ജനാലയിൽ പ്രത്യേക രീതിയിൽ ഇങ്ങനെ ഊതി നോക്കുന്നു. പക്ഷെ അവിടെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റർ ഉപയോഗിച്ച് കത്തിച്ചു നോക്കും, അപ്പോഴും ഒരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. അപ്പൊ തീയും കാറ്റും ഉപയോഗിച്ച് നോക്കി, പക്ഷേ അപ്പോഴും ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ തന്നെ നമ്മുടെ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഡോളൻ 36 ഒരു സാധാരണ രീതിയിൽ മരിച്ചതായിട്ട് അവന് തോന്നില്ല, ഇതിൽ വേറെ എന്തോ ഉണ്ട് എന്നും പറഞ്ഞ് ഇപ്പൊ ഇവർക്ക് വേറെ തെളിവുകളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും താഴെ വലിയ ഈച്ചകളുണ്ടല്ലോ അതിങ്ങനെ ചത്ത് കിടക്കുന്നു. അപ്പോൾ ഹീറോ അതിനെ നോക്കിയിട്ട് ഒരു ഈച്ച ചത്ത് കിടന്നാല് അത് സാധാരണ കാര്യമെന്ന് പറയാം, പക്ഷെ 2 ഈച്ചകളാണെങ്കിലോ അതിലെന്തോ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ 3 ഈച്ചകളാണെങ്കിൽ ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവർ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ജനാല ലോക്കായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വലിയ ഈച്ചകൾ എങ്ങനെ ഇതിനകത്തേക്ക് കയറും? അപ്പോൾ ഹീറോ ആയാലും തന്റെ കയ്യിലുള്ള ഒരു മന്ത്രപ്പൊടി അത് താഴേക്കിടുമ്പോഴത്തേക്കും അവിടെ ഒരു ശാപം ഉണ്ടായിരുന്നതായിട്ട് അതിന്റെ സിമ്പൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെയുള്ള കണ്ണാടിയിലും അതിങ്ങനെ തെളിയുന്നതും പെട്ടെന്ന് ഈ ഒരു കണ്ണാടി പൊട്ടിത്തെറിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ നമ്മുടെ ഡോളൻ ഉണ്ടല്ലോ അവനെ പിടിച്ച് താഴേക്ക് വീഴാണ്. അപ്പോൾ ഇവന്റെ യഥാർത്ഥ പേര് പീറ്റർ എന്നാണ്, അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് ഇവനെ പീറ്റർ എന്ന് തന്നെ വിളിക്കാം. അതുപോലെ അവർ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു വീട് മുഴുവനായിട്ടും ശാപങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇവർ വിചാരിച്ചതുപോലെയല്ല, ആരോ ഒരാൾ ശാപം കൊടുത്താണ് ഡോളനെ കൊന്നിട്ടുള്ളത്. അങ്ങനെ ഹീറോ ആയാലും അവിടെയുള്ള ഒരു പൂ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് പീറ്റർ ഇതിനു മുന്നേ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ശാപമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശാപം കൊടുത്തവന് നല്ല രീതിയിൽ ശക്തിയുണ്ട്, അതുകൊണ്ട് ഇത് ചെയ്തത് ആരാണെന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ പീറ്ററിനെയും കൂട്ടി അടുത്തുള്ള ഒരു ബേക്കറിയിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു ബേക്കറിക്കകത്തേക്ക് ഇവർ കയറുമ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് ചിത്രശലഭങ്ങളെല്ലാം ഇരിക്കുന്നു. പെട്ടെന്ന് കണ്ണ് കാണാൻ കഴിയാത്ത ഒരാള് അവിടെ നിന്നും വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ഹീറോ അയാളുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ഹേയ് മാക്സ്, ഈ ഒരു കാര്യം നീ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിച്ചാൽ ആ ഒരു പൂവെടുത്ത് കാണിക്കുമ്പോൾ കൗൾഡർ, ഞാൻ ഇതുപോലെയുള്ള മന്ത്രവാദങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് നിനക്കറിയത്തില്ലേ, എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ അങ്ങനെയാണെങ്കിലേ ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ആരെങ്കിലും നിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ വന്നിരുന്നു ഒരാള്.
പക്ഷേ അവന്റെ അടുത്ത് നല്ല വെളുത്തുള്ളിയുടെ മണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതൊന്നും വെച്ചിട്ട് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. വേറെ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് പറയുമ്പോൾ നിനക്ക് ഗ്രേപ്പ് ആപ്പിളിനെ പറ്റി അറിയത്തില്ലേ, അതിന്റെ മണവും അവന്റെ ശരീരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ ഈ ഒരു ന്യൂയോർക്കില് ഗ്രേപ്പ് ആപ്പിൾ ഉള്ളത് ഏത് സ്ഥലത്താണെന്ന് ഹീറോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പീറ്ററിനെ കൂട്ടിയിട്ട് ഹീറോ ഞാൻ പോയി അത് അന്വേഷിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് അവനെ പാതിയിൽ ഇറക്കി വിട്ടിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നതും ഇപ്പോൾ മറ്റൊരു ചെറിയ പയ്യനെ കാണിക്കുമ്പോൾ അവൻ സ്കൂൾ വിട്ട് നടന്നു വരുന്ന വഴിക്കാണ് ചെറിയ ചെറിയ പാവകള്, അതും തിളക്കമുള്ള പാവകള് താഴെ കിടക്കുന്നത് ഇങ്ങനെ കാണുന്നത്. ഇത് കണ്ടിട്ട് അത് ഫോളോ ചെയ്ത് പോകുമ്പോഴത്തേക്കും അത് വലിയ ബിൽഡിങ്ങിനുള്ളിലൂടെയാണ് പോയിട്ടുള്ളത്. അങ്ങനെ അതിന്റെ പുറകെ തന്നെ ആ ഒരു ചെറിയ പയ്യൻ അതും ഫോളോ ചെയ്ത് ഒരുപാട് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വലിയ മരം നിറയെ ഈ ഒരു പാവകൾ അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇത് കണ്ട് ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ഓടി അതിന്റെ അടുത്തേക്ക് വന്നിട്ട് അതിലിങ്ങനെ പെറുക്കിയെടുക്കുന്ന സമയത്താണ് നേരത്തെ നമ്മുടെ പീറ്ററിനെ ഫോളോ ചെയ്ത ഒരുത്തനുണ്ടല്ലോ, അവൻ ഇപ്പോൾ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിൽക്കുന്നു. അപ്പോഴേക്കാണ് പെട്ടെന്ന് ഈ ഒരു ചെറിയ പയ്യന്റെ പുറകിൽ ഒരു കൈ വന്ന് വീഴുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോ ആണ്. ഹീറോ പറയും ഇതുപോലെയുള്ള സ്ഥലത്ത് വരരുതെന്ന് അറിയത്തില്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു ചെറിയ പയ്യൻ നോക്കുമ്പോഴത്തേക്കാണ് അതൊരു ആപ്പിൾ മരമായിരുന്നു, അതും അഴുകിപ്പോയത്. ഈ ഒരു ചെറിയ പയ്യനെ ആ ഒരു വിച്ച് വശീകരിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ ഹീറോ ആയാലും പെട്ടെന്ന് ആ ഒരു പയ്യനെ പറഞ്ഞു വിടുന്നതും അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവിടെയെല്ലാം നല്ലതുപോലെ ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ചെറിയ പെണ്ണിരിക്കുന്നു. അത് കണ്ട് ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് മോളെ വിഷമിക്കണ്ടെന്ന് പറയുമ്പോൾ ഇല്ല എൻ്റെ അടുത്തേക്ക് വരരുത് പ്ലീസ്, എനിക്ക് പേടിയാവുന്നുണ്ടെന്നെല്ലാം പറഞ്ഞ ആ ഒരു പെൺകുട്ടി തിരിഞ്ഞു നിൽക്കുന്നതും ഹീറോ അവളെ അടുത്തേക്ക് വിളിക്കാനായിട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് അവളുടെ രൂപം മാറി ഒരു കത്തി കൊണ്ട് ഹീറോയുടെ കയ്യിലേക്ക് ഒരു ഒറ്റ കുത്ത്. അപ്പോൾ ഇവന്റെ യഥാർത്ഥ രൂപം ഇതായിരുന്നു, അവനും ഒരു മന്ത്രവാദിനിയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് മരണമില്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു കത്തി വലിച്ചു വരുന്നതും അവന്റെ കയ്യിലെ മുറിവെല്ലാം മാറിപ്പോവുകയും ചെയ്യുന്നു. എന്നിട്ട് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കാലിലേക്ക് ഒരു കത്തി എറിഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് ചെന്ന് അവൻ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവിടെ നിർത്തിയിട്ടാണ് ചോദിക്കുന്നത്, നീ എന്തിനാ ഡോളനെ കൊന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഡോളനോ അതാരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോ 800 വർഷം പഴക്കമുള്ള ഒരു പേന ഡോളന് കൊടുത്തിരുന്നല്ലോ സമ്മാനമായിട്ട്, ആ ഒരു പേന ഇവിടെ നിന്ന് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണെങ്കിലേ ഈ ഒരു പേന ഇവിടെ എങ്ങനെ വന്നു എന്നെല്ലാം ചോദിക്കുമ്പോഴത്തേക്കും അവൻ ഒരിക്കലും മറുപടി പറയുന്നില്ല. അപ്പോൾ ഹീറോ ആയാലും ഇവനെ നേരെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പീറ്ററിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോഴത്തേക്കും ഇവിടെയാണ് ഈ ഒരു മന്ത്രവാദിനികളെ തെറ്റ് ചെയ്യുന്നവരെല്ലാം കൊണ്ടുവരുന്നത്, അവർക്കുള്ള ശിക്ഷ നടപ്പാക്കുന്നതും. അങ്ങനെ പീറ്റർ ആയാലും അവനെ നേരെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു മന്ത്രവാദിനികളുടെ എല്ലാം തലവരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരെല്ലാവരും ഇവിടെയാണ് ഉള്ളത്, ഇവരാണ് അവന് ശിക്ഷ വിധിക്കുന്നത്. അപ്പോൾ തന്നെ ബ്ലാക്ക് എന്ന് പറഞ്ഞ അവൻ ഇവരെ കണ്ടിട്ട് പറയുന്നുണ്ട്, നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, കാരണം മനുഷ്യരോടൊപ്പം അവരും പറയുന്നത് കേട്ട് അവരുടെ അടിമകളെ പോലെ ജീവിക്കുകയാണ് നിങ്ങൾ എന്നെല്ലാം പറയുമ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നല്ലതിനു വേണ്ടിയോ, ശരി അങ്ങനെയാണെങ്കിൽ ഡോളനെ കൊന്നത് ഞാൻ തന്നെയാണ് എന്നവനിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പുറകെ വന്നിട്ട് ഓക്കെ അപ്പോൾ ഒരു വിധത്തിൽ നീ എന്തായാലും സത്യം സമ്മതിച്ചല്ലോ എന്നും പറഞ്ഞിട്ട് ഇവനെ ജയിലിൽ അടയ്ക്കാനായിട്ട് പറയുമ്പോൾ അവിടെയുള്ള ആ ഒരു സ്ത്രീയാണെങ്കിൽ പെട്ടെന്ന് അവരുടെ കഴുത്തിൽ നിന്നും എന്തോ ഒരു കാര്യം എടുത്ത് താഴേക്ക് വെക്കുന്നതും ഇതോടി വലിയൊരു രാക്ഷസ മൃഗത്തെ കൊണ്ടുവരികയാണ്. അതാണെങ്കിലും പെട്ടെന്ന് അവിടെ ജീവൻ വെച്ചിട്ട് ഈ ഒരുത്തനെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഹീറോ അവനെ തടഞ്ഞിട്ട് പറയുന്നത്, അല്ല ഒരു നിമിഷം നിർത്ത്, ഇവൻ മാത്രം ഈ ഒരു കാര്യം ചെയ്തായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാരണം ആ ഒരു റൂമിനകത്തെ ശാപകളെല്ലാം കാണുമ്പോഴത്തേക്കും ഒരുപാട് പഴക്കമുള്ളതുപോലെ മന്ത്രവാദികളുടെ രാജ്ഞി അവൾ ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന അതേ പവറുകൾക്ക് ഈക്വലായിട്ടാണ് ഈ ഒരു പവർ ഉള്ളത് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെയുള്ള മന്ത്രവാദികളെല്ലാം ഇത് കേട്ട് ചിരിക്കുകയാണ്. നീ എന്തായി പറയുന്നേ, നീയല്ല അവളെ ആ ഒരു വാളുകൊണ്ട് കുത്തിക്കൊന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഓക്കെ ഇവന്റെ കാര്യം എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞ് ബ്ലാക്ക് എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവനെ ആ ഒരു രാക്ഷസനെ കൊണ്ട് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ഇവിടെ തെളിവായിട്ട് വെച്ചിരുന്ന ആ ഒരു പേനുണ്ടല്ലോ, ആ ഒരു പേന തുറന്ന് അതിനകത്ത് നിന്നും ആ ഒരു വലിയ ഈച്ച പറന്ന് ആ ഒരു സ്ത്രീയുടെ തോളിലേക്ക് വന്നിരിക്കുന്നതും ഹീറോ പെട്ടെന്ന് അതിനെ പിടിച്ചിട്ട് ഇതിനെ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പൊ ഈ ഒരു ഈച്ചയാണ് മറ്റുള്ളവരിലേക്ക് പ്ലേഗ് എന്ന് പറഞ്ഞ ഒരു അസുഖം പരത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കൊന്നിട്ട് ഹീറോ നേരെ പോകുന്നത് ഡോളൻ എന്ന് പറഞ്ഞ അയാളുടെ ശവപ്പെട്ടിക്ക് അടുത്തേക്കാണ്, കാരണം അയാളെ ഇനിയിപ്പോൾ അടക്കം ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ തന്നെ ആ ഒരു പെട്ടി തുറന്ന അയാളുടെ കഴുത്തിലേക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കാണ് അയാളുടെ ദേഹത്തും ഇതുപോലെ ആ ഒരു ഈച്ചയുണ്ട്. അപ്പൊ ആ ഒരു ഈച്ചയെ പുറത്തേക്ക് എടുത്തിട്ട് അതിനെ പിടിച്ചങ്ങ് കൊല്ലുന്നതും ഇപ്പൊ അയാളുടെ ശരീരം പതിയെ മാറുകയാണ്, അതുപോലെ അയാളുടെ ശരീരത്തെ എന്തൊക്കെയോ വരച്ചതുപോലെ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് സത്യത്തിലെ ഡോളൻ എന്ന് പറഞ്ഞ അയാൾ മരിച്ചിട്ടില്ലായിരുന്നു, അയാൾക്കൊരു ശാപം കൊടുത്ത് അയാൾ മരിച്ചതുപോലെ ആക്കി തീർക്കുകയായിരുന്നു ഇവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശാപത്തിൽ നിന്നും അയാളെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യം പീറ്ററിനോട് പറയും. അങ്ങനെ ഹീറോ നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഫാദറിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് പോലെ ഡോളൻ തന്നെ അത് കടിച്ചു മുറിച്ചതുപോലെ. അങ്ങനെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ പീറ്ററിനെ കൂട്ടി ഡോളന്റെ മുറിയിലേക്ക് വന്നിട്ട് അവിടെ ഒരു ബുക്ക് എടുത്ത് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് അതിൽ പലയിടങ്ങളിലായിട്ട് രക്തം കൊണ്ട് പല വാക്കുകളിലും ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ വാക്കുകളായിട്ട് ഇവർ വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ റിമെമ്പർ യുവർ ഡെത്ത്, നിന്റെ മരണം ഓർക്കാനായിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹീറോയുടെ പഴയ ഓർമ്മകൾ ഓർത്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോൾ അടുത്തതായിട്ട് പോകുന്നത് ഒരു ബാറിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ തന്നെ അവിടെയുള്ള എല്ലാവരും ഹീറോയെ കണ്ട് പേടിച്ചോടാൻ തുടങ്ങും. അതുമല്ല അവിടെ കോൾ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവൾക്കൊരു സുഹൃത്തുണ്ട് ലീറ്റ. അവളാണെങ്കിലും ഞാനെന്തായാലും ഇവിടെ നിന്ന് പോവാണ്, ആ ഒരു വിച്ച് ഹണ്ടർ ദേ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞ്
അവൾ അവിടെ നിന്ന് പോകുന്നത് കോൾ എന്ന് പറഞ്ഞ ഇവളാണല്ലോ. അവളാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയോട് പറയും, ഓക്കെ നിനക്ക് എൻ്റെ വ്യാപാരം നഷ്ടപ്പെടുത്തിയപ്പോൾ സമാധാനമായല്ലോ. നിനക്കറിയാലോ ഞാനൊരു മന്ത്രവാദിനി തന്നെയാണ്, പക്ഷേ ഞാൻ കാരണം ഇതുവരെ മനുഷ്യർക്ക് ഒരു ദ്രോഹം സംഭവിച്ചിട്ടില്ല. ഒരു സമാധാനമായിട്ടുള്ള ജീവിതം ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹീറോ പറയും, ഹേയ് കുറച്ചു നേരം നിർത്ത്, ഞാൻ അതിനു വേണ്ടിയിട്ടില്ല നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഇവിടേക്ക് വന്നിട്ടുള്ളത്. എനിക്കൊരു സഹായം വേണം, അത് നിനക്ക് മാത്രമേ ചെയ്തു തരാൻ കഴിയത്തുള്ളൂ. എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ പഴയ കാര്യങ്ങൾ കൊണ്ടുവരണം എന്നിങ്ങനെ പറയുമ്പോൾ അവൾ പറയും, ഓ അങ്ങനെയാണല്ലേ, ശരി അത് വെറുതെ ചെയ്തു തരാൻ കഴിയത്തില്ല, $500 വേണമെന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ തരാമെന്ന് പറയുന്നതും, ഓ ഇവൻ്റെ കയ്യിൽ ഒരുപാട് പണം ഉണ്ടല്ലേ, ശരി കുറച്ചധികം ചോദിക്കാമെന്ന് പറഞ്ഞ് $5000 എന്ന് പറയുമ്പോൾ അതും തരാമെന്ന് തന്നെ പറയും. അപ്പോൾ അവളായാലും ഓക്കെ ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞിട്ട് എന്തൊക്കെയോ മാന്ത്രിക ചെടികളെല്ലാം പിച്ചിയിട്ട് അതെല്ലാം ഒരു മരുന്നാക്കി ഒരു സിറിഞ്ചിലാക്കി ചെറിയൊരു പഴത്തിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറയുന്നത്, ഓക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ പഴയ കാലത്തിലേക്ക് പോവും, അങ്ങനെ പോയി നീ തിരിച്ചു വന്നാൽ മാത്രമേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പഴം കൊടുക്കുന്നതും ഹീറോ ആയാലും അതും കഴിച്ച് അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് അവൻ്റെ പഴയ കാലത്തിലേക്ക് അവനിങ്ങനെ പോകുന്നത്. ഇപ്പം ആ ഒരു മന്ത്രവാദിനിയെ തേടിയിട്ട് ഇവരെല്ലാവരും 800 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു മഞ്ഞുമലയിലേക്ക് പോയിരുന്നല്ലോ. ആ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും ഇപ്പം അവരെ ഫോളോ ചെയ്ത് ഹീറോയും ഉള്ളിലേക്ക് പോവാണ്. കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മന്ത്രവാദിനിയെ കൊന്നതിന് ശേഷം അവർ കരിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഹീറോയുടെ ശരീരവും കത്തിപ്പിടിച്ച് കരിഞ്ഞുപോയി. അങ്ങനെ അതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും വെളിയിൽ നിന്നും ഹീറോയുടെ കൂട്ടാളികളായിട്ടുള്ള കുറച്ച് പേര് വീണ്ടും ഉള്ളിലേക്ക് വരുന്നു. ഓക്കെ അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഹീറോ അങ്ങനെ മനസ്സിലാക്കുന്നതും പെട്ടെന്ന് തന്നെ ആ ഒരു സ്വപ്നത്തിൽ നിന്നും അവൻ വെളിയിലേക്ക് വരികയാണ്. എന്താണ് സംഭവിച്ചെന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ പീറ്ററിനെ ഫോളോ ചെയ്ത ആ ഒരുത്തനുണ്ടല്ലോ താടിക്കാരൻ, അവനിപ്പോൾ ഹീറോയെ ഒരിടത്ത് കെട്ടിയിട്ട് ഇപ്പോൾ ഹീറോയ്ക്കാണെങ്കിലോ അവനോടൊപ്പം ഫൈറ്റ് ചെയ്യാനും കഴിയുന്നില്ല, അവൻ്റെ ശക്തികൾ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ആ ഒരു താടിക്കാരൻ പറയുന്നുണ്ട്, ഞാനുള്ളപ്പോൾ നിന്റെ പഴയകാല ഓർമ്മകളിലേക്ക് നിന്നെ പോകാനായിട്ട് ഞാൻ അനുവദിക്കൂ, ഒരിക്കലും ഇല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിനായാലും അവിടെ ഒളിച്ചിരുന്ന് ഈ ഒരു കാര്യങ്ങളെല്ലാം കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ബാർ ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും ആ ഒരു താടിക്കാരൻ അടിച്ച് നശിപ്പിക്കുമ്പോഴത്തേക്കും ഹീറോയെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവസാനം ആ ഒരു വിലങ്ങിൽ നിന്ന് തൻ്റെ കൈ ഒടിച്ച് മടക്കി അങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് അതിപ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ ആവുന്നു. എന്നിട്ട് വന്നൊരു ഒറ്റയിടി അയാളെ. അത് കഴിഞ്ഞിട്ട് ഒരു ബാറ്റ് എടുത്തുകൊണ്ട് വന്ന് അവൻ അടിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ എന്തോ ഒരു മന്ത്രം പറഞ്ഞിട്ട് അവൻ്റെ മുന്നിൽ ഒരു വലിയ കണ്ണാടി കൊണ്ട് വയ്ക്കും. അപ്പോഴും അവൻ്റെ ദേഹത്തൊന്നും കൊള്ളുന്നില്ല. എന്നിട്ട് വീണ്ടും ഹീറോ അതും തകർത്ത് അവനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് അവിടെ നിന്നും മാഞ്ഞു പോയിട്ട് ഇപ്പോൾ തൻ്റെ കയ്യിലുള്ള ഒരു മന്ത്രപ്പൊടി ആ ഒരു കടയിലേക്ക് ഊതിവിട്ട് ഈ ഒരു ഷോപ്പ് മുഴുവനായിട്ടും അവനിങ്ങനെ കത്തിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോയും കണ്ട് ആ താടിക്കാരൻ തന്നെ കാണാതെ അവളായാലും പലയിടങ്ങളിലായിട്ട് ഒളിച്ചൊളിച്ചിങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് തൻ്റെ കയ്യിലുള്ള ആ ഒരു മന്ത്രപ്പൊടി ഉപയോഗിച്ച് ഹീറോയെ വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി അവൻ്റെ അടുത്തേക്ക് വന്ന് അതിങ്ങനെ ഊതി വിട്ടു കൊടുക്കുമ്പോഴത്തേക്കും ഹീറോ നോക്കുമ്പോൾ അവനെ കൊന്ന ആ ഒരു മന്ത്രവാദിനി ഉണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഹീറോയിനെ കാണുമ്പോഴത്തേക്കും തോന്നുന്നത്. അതുകൊണ്ട് അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുമ്പോഴത്തേക്കും അവൾ പറയും, കൗഡർ, അത് നല്ലതുപോലെ ശ്വസിക്കാനായിട്ട് പറയുന്നതും അവനങ്ങനെ ആ ഒരു പൊടി വലിച്ചു കയറ്റുമ്പോഴത്തേക്കാണ് അവൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ താടിക്കാരനെ നോക്കുമ്പോഴത്തേക്കും താടിക്കാരൻ ആ ഒരു പഴയ മന്ത്രവാദിനി രാജ്ഞിയുണ്ടല്ലോ അവൾ എങ്ങനെ അവളുടെ പവർ യൂസ് ചെയ്യും അതുപോലെ തന്നെ അവളുടെ പവർ യൂസ് ചെയ്തിട്ട് അവൻ ആ ഒരു സ്ഥലത്ത് നിന്ന് മാഞ്ഞങ്ങ് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ ഹീറോ അവനെ പിടിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അധിക നേരം അവനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. പെട്ടെന്ന് അവൻ മാഞ്ഞങ്ങ് പോകുന്നതും അവന്റെ ദേഹത്തുള്ള ഒരു തുണി മാത്രം ഹീറോയുടെ കയ്യിൽ കിട്ടും. അങ്ങനെ ഈ ഒരു കാര്യം കൂടി ആവുന്നതും നമ്മുടെ ഹീറോയും പറയും, ദേ ഇപ്പൊ കണ്ടില്ലേ എന്റെ ഷോപ്പ് മുഴുവനായിട്ട് ഇല്ലാണ്ടായി, ഇനി ഇവിടെ ഒരു മാന്ത്രിക മരുന്നുകളുമില്ല, അതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയത്തില്ല, ഇപ്പൊ തന്നെ നീ ഇവിടെ നിന്ന് പോകണമെന്നും പറഞ്ഞിട്ട് അവളായാലും അവിടെ നിന്ന് അങ്ങ് പോകുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒരു താടിക്കാരൻ ഈ ഒരു ബിൽഡിങ്ങിന് വെളിയിലായിട്ട് നിന്ന് കാണുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ വീട്ടിലെ മദ്യം എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് വീടിനകത്ത് ആരും ഓടുന്നത് പോലെ അവൾ പെട്ടെന്ന് പേടിച്ച് അവിടെയെല്ലാം ലൈറ്റുകളെല്ലാം ഓൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതൊന്നും വർക്കാവുന്നില്ല. കാരണം ആ ഒരു ലൈറ്റുകളെല്ലാം ഇങ്ങനെ പൊട്ടിച്ച് കളയാണ്. അവളിപ്പോൾ പേടിച്ചിട്ട് അവസാനം ആ ഒരു ഫ്രിഡ്ജും വന്ന് തുറന്ന് ആ ഒരു ലൈറ്റ് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും എന്നിരുന്നാലും ആ ഒരു താടിക്കാരൻ മന്ത്രവാദിനി ഉണ്ടല്ലോ അവനിപ്പോ ആ ഒരു വേരുകളെല്ലാം കൊണ്ടുവന്ന് ഹീറോയിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം വേറെ ഒന്നല്ല, ഹീറോയിൻ മാത്രമാണ് ഇപ്പോൾ ഹീറോയെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കാതിരിക്കാൻ വേണ്ടി അവളെയും ആ ഒരു മന്ത്രവാദിനിയുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന് അവളെ കൊല്ലാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും അവളുടെ കഥ കഴിഞ്ഞെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഹീറോ അവിടേക്ക് വന്ന് ഏയ് എന്റെ കൈ പിടിക്കാൻ പറഞ്ഞ് അവളെ വലിച്ച് മുകളിലേക്ക് കൊണ്ടുവരികയാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ പെട്ടെന്ന് പേടിച്ച് കണ്ണു തുറക്കുന്ന സമയത്ത് മറ്റൊരു വീട്ടിലാണ് അവൾ ഉള്ളത്. ഇത് വേറെ ആരുടെയും വീടല്ല, നമ്മുടെ ഹീറോയുടെ വീടാണ്. അങ്ങനെ ഹീറോയിൻ ആയാലും നേരെ അടുത്തുള്ള റൂമിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മൾ ഹീറോ അവിടെ ഇരിക്കുന്നു. അല്ല നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ ഹീറോ ഇതുപോലെ ഡോളൻ എന്ന് പറഞ്ഞ അയാളുണ്ടല്ലോ ആ ഒരു ഫാദർ, അയാൾക്ക് ആരോ ഒരു ശാപം കൊടുത്തു. ആ ഒരു ശാപത്തിൽ നിന്ന് അയാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു മന്ത്രവാദിനിയെ കണ്ടുപിടിച്ച് കൊല്ലണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡോളൻ എന്നേക്കുമായിട്ട് മരിച്ചു പോകും. അതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇന്നലെ കണ്ട ആ ഒരു താടിക്കാരൻ ആരാണെന്ന് കണ്ടുപിടിച്ച് കാണിക്കുകയും ചെയ്തു. അപ്പോഴേക്കാണ് ഹീറോയിൻ പറയുന്നത്, ഓക്കെ ശരി, ഞാൻ നിന്നെ സഹായിച്ചു, പകരം നീയും എന്നെ സഹായിച്ചു, അതോടെ നമ്മൾ തമ്മിലുള്ള ആ ഒരു കണക്ക് തീർന്നു, ഞാൻ ഇവിടുന്ന് പോവാണെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു താടിക്കാരൻ അവൻ വീണ്ടും നിന്നെ ഫോളോ ചെയ്ത് കൊല്ലാൻ ശ്രമിക്കും.
ഇതിലിപ്പോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് നീ എന്നെ വീണ്ടും സഹായിക്കണം, എന്റെ പഴയ ഓർമ്മകളിലേക്ക് എന്നെ നീ കൊണ്ടുപോകണം. അങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ സംരക്ഷിക്കാം. ഈ ഒരു ഡീലില് നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറയുമ്പോൾ അവള് പറയും, അതിനു വേണ്ടിയിട്ട് ഒരു പഴയ മരുന്ന് വേണം, അതെന്റെ കയ്യിലില്ല, എന്റെ സുഹൃത്തിന്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ അവളുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ചെടികളുണ്ട്. പക്ഷെ ഇവർ അന്വേഷിച്ചു വന്ന ആ ഒരു മരുന്ന് മാത്രം അവിടെ എവിടെയും കാണുന്നില്ല. അല്ല, ഇത് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, ഇവിടെ ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ആരും എടുത്തിട്ട് പോയിട്ടുണ്ട് എന്നും പറഞ്ഞ് അവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ നോക്കുമ്പോൾ ഇവളുടെ സുഹൃത്ത് ലീറ്റ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, അവൾ അവിടെ മരിച്ചു കിടക്കുന്നു. അതേസമയം തന്നെ അവളുടെ ഫോണിലേക്ക് ഒരു കോളും വരുന്നുണ്ട്. എടുത്ത് സംസാരിക്കുമ്പോൾ അത് ആ ഒരു താടിക്കാരനാണ്. കാരണം നമ്മുടെ ഹീറോ ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം അവന് നല്ലതുപോലെ തന്നെ അറിയാം. അതുകൊണ്ടാണ് നേരത്തെ വന്ന ആ ഒരു പെണ്ണിനെ അവൻ കൊന്നത്. അതേപോലെ തന്നെ ആ ഒരു മരുന്ന് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതും. അതുപോലെ വെളിയിൽ വന്ന നമ്മുടെ ഹീറോയ്ക്കായാലും ആ ഒരു താടിക്കാരൻ തന്നെ എന്തിനാണ് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ഹീറോയ്ക്ക് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ നല്ലതുപോലെ സമാധാനിപ്പിക്കുന്നുണ്ട്. കാരണം അവളുടെ സുഹൃത്താണല്ലോ ഇപ്പോൾ മരിച്ചത്. ഓക്കെ, എന്തായാലും നിന്റെ സുഹൃത്തിനെ കൊന്നാ അവനെ നമുക്ക് കൊല്ലണ്ടേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഹീറോയും പറയും, ആ ഒരു മരുന്ന് ഈ ഒരു സിറ്റിയിൽ തന്നെ വേറൊരാളുടെ കയ്യിലുണ്ട്, പക്ഷെ അവരെല്ലാവരും പണക്കാരാണ്, അവരുടെ അടുത്തേക്ക് നമുക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഹീറോയിനും കൂടി ചേർന്നിട്ട് ഒരു പണക്കാരിയുടെ വീട്ടിലേക്ക് വരാണ്. അവിടെ വരുമ്പോഴത്തേക്കും ആ ഒരു സ്ത്രീയാല് ഹീറോയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, ഹേ കൗൾഡർ, എത്ര വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കാണുന്നത്, ഇപ്പോഴും നീ അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഹീറോ പറയും, എനിക്ക് ഇതുപോലെ ഒരു മരുന്ന് വേണം, അത് നിന്റെ കയ്യിലുണ്ട്, എന്റെ പഴയ ഓർമ്മകളിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതും ഇവിടെ ഇരിക്കുന്ന ആ ഒരു സ്ത്രീ ആയാലും പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറിയിട്ട് എന്തോ ഒരു പൊടിയെടുത്ത് ഹീറോയുടെ അടുത്തേക്ക് ഇങ്ങനെ ഊതി കൊടുക്കുന്നതും അവൻ വീണ്ടും ഒരു ഇല്യൂഷനിലേക്ക് പോവാണ്. അതിലവന്റെ ഭാര്യ, മകള് ഇവരെല്ലാവരെയാണ് അവൻ കാണുന്നത്. അപ്പോൾ തന്നെ ഹീറോയിന് മനസ്സിലായി ഇതെന്തോ ഒരു ചതിയാണെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയോട് പറയുന്നത്, ഹേയ് കൗൾഡർ, എഴുന്നേൽക്കെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ഹീറോയെ കൊണ്ട് എഴുന്നേൽക്കാണ്ട് കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനും ആ ഒരു ഇല്യൂഷനുള്ളിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഹീറോയോട് പറയും, കൗൾഡർ, നീ എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് വന്നേ പറ്റൂ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും മരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവനോട് ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹീറോ വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് ഇങ്ങനെ വരുന്നതും അവനെ രണ്ട് സഹായികളെ ഇങ്ങനെ കൊണ്ടുപോവാണ്. അവരെയും ചവിട്ടിക്കളഞ്ഞ് അവസാനം ആ ഒരു പണക്കാരി ഉണ്ടല്ലോ അവരുടെ അടുത്തേക്ക് വന്നിട്ടാണ്, ഹോ അപ്പോൾ നിന്റെ ബ്ലാക്ക് മാജിക്ക് നീ എന്നിൽ തന്നെ പരീക്ഷിക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിൽ ഒരു മാലയുണ്ട്, അതങ്ങ് വലിച്ചു പൊട്ടിക്കും. എന്നിട്ട് ഹീറോ ചോദിക്കും, ആ താടിക്കാരൻ അവൻ ഇവിടേക്ക് വന്നിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങൾ വരുന്നതിന് 1-2 മണിക്കൂർ മുന്നേ തന്നെ അവൻ ഇവിടേക്ക് വന്നിരുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഒരു മരുന്ന് അവൻ മൊത്തമായിട്ട് നശിപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ പകരത്തിന് അവൻ എന്താ നിനക്ക് സഹായം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു മന്ത്രവാദിനിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ആ ഒരു മണല് അത് മാത്രമാണ് ഞാൻ ചോദിച്ചത്, അതെനിക്ക് അവൻ തന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഡോളർ ഇങ്ങ് തരുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ആയാലും അതെടുത്ത് അവളുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അവളതെടുക്കാൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയും വന്നിട്ട് അതിലൊരു കല്ലുണ്ട്, ആ ഒരു കല്ലെടുത്ത് വെച്ച്, നിനക്ക് എത്ര അഹങ്കാരമായിട്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്, അതുകൊണ്ട് അവൻ ചിലപ്പോൾ നിന്നോട് ക്ഷമിച്ചിരിക്കും, പക്ഷെ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നും പറഞ്ഞിട്ട് ആ ഒരു കല്ലെടുത്ത് താഴേക്കിട്ട് ചവിട്ടിയൊക്കെ പൊട്ടിക്കുന്നത്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മുഖത്തുള്ള മേക്കപ്പ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇളകി ഇങ്ങനെ വീഴുമ്പോൾ സത്യത്തിൽ അത് അത്രയും വയസ്സായിട്ടുള്ള സ്ത്രീ ആയിരുന്നു. അവർ ചെറുപ്പമായിട്ട് നിൽക്കുന്നത് തന്നെ ഈ ഒരു കല്ല് വെച്ചിട്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല നിനക്ക് എല്ലാവരുടെയും സ്വപ്നത്തിനുള്ളിലേക്ക് പോകാൻ കഴിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അതെനിക്ക് കഴിയും, പക്ഷെ ഇതുവരെയും ഞാനത് അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി നമ്മുടെ ഹീറോ, ഓക്കെ ശരി, നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഈ പിടിക്കുന്ന വിച്ചസിനെ എല്ലാം അടച്ചു വെക്കുന്ന ആ ഒരു ജയില് അതിനകത്തേക്ക് കൊണ്ടുപോവാണ്. അതേസമയം മറ്റൊരിടത്ത് ആ ഒരു താടിക്കാരൻ മാക്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കണ്ണ് കാണാത്ത മന്ത്രവാദിനി ഉണ്ടല്ലോ, അവനെ ഇപ്പോൾ പിടിച്ചു നിർത്തിയിട്ട്, അപ്പൊ അവസാനം നീ എന്നെ ചതിച്ചു അല്ലേ എന്നും പറഞ്ഞ് മാക്സിനെയും അവിടെ വെച്ച് ഇല്ലാണ്ടാക്കുകയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ മാക്സ് ആണല്ലോ ഈ താടിക്കാരനെ പറ്റിയുള്ള കാര്യം നമ്മുടെ ഹീറോയോട് പറഞ്ഞു കൊടുത്തത്. അതേസമയം ഹീറോ ആണെങ്കിലോ അവളെയും കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് അവിടെ ചുമരുകളിലെ ഇവരുടെ ചരിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ ആ ഒരു മന്ത്രവാദിനികളുടെ ചരിത്രം, അവരെ കൊന്നത് ഹീറോ ആണെന്നുള്ള കാര്യം ഇതെല്ലാം ഹീറോയിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഹീറോയിൻ പറയും, അല്ല ഇതെല്ലാം നീ എന്തിനാ എന്നെ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് മറ്റുള്ളവരുടെ സ്വപ്നത്തിനുള്ളിലേക്ക് പോകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ എന്റെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ വേണ്ടി ഒരിക്കലും ഒരു മരുന്നിന്റെ ആവശ്യമില്ല, അത് നിന്നെ കൊണ്ട് തന്നെ കഴിയുമെന്നും പറഞ്ഞ് അവസാനം നമ്മുടെ ഹീറോയിനെ കൊണ്ട് തന്നെ ആ ഒരു കാര്യം ചെയ്യിപ്പിച്ചിട്ട് ഇപ്പൊ അവളുടെ കൈയെടുത്ത് ഹീറോയുടെ നെഞ്ചിലേക്ക് വെക്കുന്നതും ഇവർ രണ്ടുപേരും ഒരുപോലെ തന്നെ ഹീറോയുടെ ഓർമ്മകളിലേക്ക് പോവാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ വരുന്നത് ആ ഒരു റാണിയെ ഹീറോ അന്ന് ആ ഒരു വാള് കൊണ്ട് കുത്തി കൊന്നതിന് ശേഷം ഹീറോയും അതുപോലെ തന്നെ കരിഞ്ഞവിടെ ഇരിക്കുമല്ലോ ആ ഒരു സമയത്തിലേക്കാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവിടേക്ക് മറ്റു കുറച്ച് പേര് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരാൾ ഇവിടേക്ക് വന്നിട്ട് റാണിയുടെ ദേഹത്ത് കുത്തിയിരുന്ന ആ ഒരു വാള് വലിച്ചങ്ങനെ ഊരുന്നതും അവരുടെ ശരീരം ചാമ്പലായിട്ട് തന്നെ താഴേക്ക് വീഴുന്നു. അപ്പൊ അവസാനം എന്തായാലും നമ്മുടെ ഹീറോ അപ്പൊ കൗൾഡർ എന്തായാലും റാണിയെ കൊന്നു. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് നിൽക്കുമ്പോൾ ഹീറോ ഇപ്പോൾ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി അലറി വിളിക്കാൻ തുടങ്ങാണ്, കാരണം അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവർ പറയും ശരി, അവനെ നമുക്ക് സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഹീറോയെ ഇവർ കൊണ്ടുപോകാനായിട്ട് വരുമ്പോൾ ആ റാണി ഉണ്ടല്ലോ അവരുടെ കരിഞ്ഞുപോയ ആ ഒരു ശരീരത്തിനിടയിൽ അവരുടെ ഹൃദയം മാത്രം ഇങ്ങനെ തുടിക്കുന്നു. അപ്പൊ ആ ഒരു റാണി പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായിട്ടില്ല, ഈ ഒരു ഹൃദയം കൂടി നശിപ്പിക്കണം എന്നും പറഞ്ഞിട്ട് ആ ഒരുത്തൻ
വാളുകൊണ്ട് ഈ ഒരു ഹൃദയത്തിലേക്ക് ഇങ്ങനെ കുത്തുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ ഹീറോയ്ക്ക് ശരീരം വേദന എടുക്കാണ്. അങ്ങനെ അയാളായാലും ആ ഒരു ഹൃദയം എടുത്ത് തീയിലേക്ക് വെക്കുമ്പോൾ ആ ഹൃദയം എപ്പോഴൊക്കെ വേദനിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് വേദനിക്കുന്നുണ്ട്. അവിടെയാണ് അയാൾക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഈ ഒരു റാണിയുടെ ഹൃദയം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയും നശിക്കും. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളോട് പറയും, ശരി അവരുടെ ഹൃദയം ഞാൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരാരും കാണാതെ ആ ഒരു ഹൃദയം എടുത്ത് ഒളിപ്പിച്ചു വെക്കും. ഈ ഒരു കാര്യം നമ്മുടെ ഹീറോ ആ ഒരു സ്വപ്നത്തിലൂടെ ഇങ്ങനെ കാണുന്നതും അപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞ നമ്മുടെ ഹീറോ ആയാലോ പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവുകയാണ്. അതേസമയം ഇവിടെ ആ ഒരു താടിക്കാരൻ നമ്മുടെ മാക്സിനെ പിടിച്ച ഒരു മരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് അവന്റെ ശരീരത്തിലേക്ക് കുറെ മണ്ണുകൾ കൊണ്ടിങ്ങനെ മൂടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ നേരെ പീറ്ററിന്റെ അടുത്തേക്ക് വന്ന് അവനെ പിടിച്ച് നല്ലതുപോലെ അടിച്ചിട്ട്, അപ്പൊ ഇത്രയും കാലം നിങ്ങളെല്ലാവരും ആ ഒരു സത്യം എന്നിൽ നിന്ന് മറച്ചു വെക്കായിരുന്നു. ആ ഒരു മന്ത്രവാദിനി രാജ്ഞി അവളുടെ ഹൃദയം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലേ, അതെന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴത്തേക്കും പീറ്റർ പറയും, ഇല്ല ഡോളനും അതെല്ലാം അറിയാം, ഒരിക്കലും നിന്നോട് ആ ഒരു കാര്യം പറയരുതെന്ന് അവൻ എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. കാരണം ആ ഒരു ഹൃദയം നശിപ്പിച്ചു കഴിഞ്ഞാല് നിന്റെ ഉള്ളിലെ ശക്തിയും ഇല്ലാണ്ടാവും എന്നുള്ളൊരു പേടി ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഒരിക്കലും നിന്നെ അത് അറിയിക്കാണ്ടിരുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി ആ ഒരു ഹൃദയം ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് ഡോളൻ മരിച്ചു പോയത് കൊണ്ട് തന്നെ എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി ആ ഒരു താടിക്കാരന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചോ. അതേ കണ്ടുപിടിച്ചു, നിന്റെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നതും ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു താടിക്കാരൻ ആ ഒരു മന്ത്രവാദിനി രാജ്ഞിയുണ്ടല്ലോ അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോവാണ്. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ലോകം മുഴുവനായിട്ട് നശിക്കും. അങ്ങനെ ഹീറോ അവിടേക്ക് പോകുന്നതും ഈ ഒരു താടിക്കാരൻ ഇപ്പോ മാക്സിന്റെ അടുത്ത് ആ ഒരു മണ്ണെല്ലാം കൊണ്ടിട്ടല്ലോ അവിടേക്ക് ഒരു കുഴി കുഴിച്ചിട്ട് ആ ഒരു റാണിയുടെ ഹൃദയം അവിടേക്ക് കൊണ്ടിങ്ങനെ വെക്കുന്നതും കുറെ വേരുകൾ വന്നിട്ട് മാക്സിനെ നല്ലതുപോലെ അങ്ങ് മൂടാണ്. അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ വെളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഹീറോയും പറയും, നീ എവിടേക്കാ പോകുന്നേ, ഞാൻ നിന്നോടൊപ്പം വരാന്ന് പറയുമ്പോൾ, ഇല്ല ഇപ്പൊ എന്റെ കൂടെയുള്ള ആളുകളെ പോലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ നീ ആണെങ്കിലും ഒരു മന്ത്രവാദിനി, അതുകൊണ്ട് നിന്നെ എനിക്ക് വിശ്വാസമില്ല. നീ നേരെ ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് പോ, അവിടെ സേഫ് ആയിട്ടിരിക്കും എന്നും പറഞ്ഞിട്ട് അവളെ അവിടെ ഒറ്റയ്ക്കാക്കി ഹീറോ നേരെ താടിക്കാരനുള്ള ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്ക് ചെല്ലും. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്ക് നമ്മുടെ മാക്സ് അവൻ ആ ഒരു വേരിനുള്ളിൽ ഇരിക്കുകയാണല്ലോ. ഹീറോ ചെന്ന് അവന് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ മാക്സ് ആ ഒരു മരിച്ചുപോയ മന്ത്രവാദിനി ഉണ്ടല്ലോ അവരെ പോലെ സംസാരിക്കുന്നു. എന്താ ഗോൾഡൻ, നീ ഇപ്പോഴും പഴയതുപോലെ തന്നെയുണ്ട്, അപ്പൊ എന്റെ ശാപം എന്തായാലും നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ടല്ലേ എന്നെല്ലാം പറയുമ്പോൾ പെട്ടെന്ന് പുറകിൽ നമ്മുടെ ഹീറോയും വരുന്നു. ഏയ് നീ എന്തിനാ എവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നാണ് അവളുടെ രൂപം മാറുന്നത്. വേറെ ആരുമല്ല, അത് ആ ഒരു താടിക്കാരനായിരുന്നു. എന്നിട്ട് തീ വെച്ച് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഹീറോയുടെ തോക്ക് താഴെ വീഴുമ്പോഴത്തേക്കും ആ ഒരു തോക്കെടുത്തും ഹീറോയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരവസരത്തിൽ നമ്മുടെ ഹീറോ തന്റെ കയ്യിലുള്ള കത്തിയെടുത്ത് താടിക്കാരന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റയേറ് താടിക്കാരനെ അവിടെ വെച്ച് കൊന്നു. എന്നിട്ട് ഹീറോ പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കാണ് ആ ഒരു രാജ്ഞി പെട്ടെന്ന് അവരുടെ കൈ ഹീറോയുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചം കയറ്റും. എന്നിട്ടാണ് ഹീറോയോട് പറയുന്നത്, ഹേ ഗോൾഡൻ, നിനക്ക് ആ ഒരു മരണമില്ലാത്ത വരം അത് ഞാൻ വെറുതെ തന്നെന്നാണ് വിചാരിക്കുന്നത്? ഒരിക്കലും അല്ല. ഞാൻ മരിക്കുന്ന സമയത്ത് എന്റെ ശക്തികള് ശക്തനായിട്ടുള്ള ഒരാളുടെ ഉള്ളിൽ വെക്കണമായിരുന്നു. അതിനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത്. ആ ഒരു ശാപം എന്നുള്ള രീതിയിൽ എന്റെ ശക്തികള് നിന്റെ ഉള്ളിൽ ഇത്രയും കാലം ഞാൻ വെച്ചേക്കുമായിരുന്നു. എന്നെങ്കിലും ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് എടുക്കാൻ വേണ്ടി അതിനുള്ള സമയമായെന്നും പറഞ്ഞിട്ട് അവന്റെ ഉള്ളിലെ ആ ഒരു മന്ത്രവാദിനിയുടെ ശക്തിയെല്ലാം അവർ അതേപോലെ തന്നെ തിരിച്ചെടുക്കുന്നതും ഇപ്പൊ ആ ഒരു മന്ത്രവാദിനി പൂർണ്ണമായിട്ടും തിരിച്ചു വരികയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയെ പിടിച്ച് ഒരു ഒറ്റയേറ്. എന്നിട്ടാണ് അവൾ വന്നിട്ട് പറയുന്നത്, ഇപ്പൊ ശക്തിയില്ലാത്ത നിന്നെ കാണാനായിട്ട് പാവം തോന്നുന്നു. ഇപ്പൊ നിന്നെ എന്തായാലും ഞാൻ കൊല്ലാൻ പോകുന്നില്ല, കാരണം ഈ ഒരു ലോകം മുഴുവനായിട്ട് ഞാൻ നശിപ്പിച്ചതിന് ശേഷം നിന്നെ ഞാൻ കൊല്ലും എന്നും പറഞ്ഞ് ആ ഒരു റാണി ഇപ്പോ അവിടെ നിന്ന് മറിഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു താടിക്കാരൻ മരിച്ചതുകൊണ്ട് തന്നെ നമ്മുടെ ഡോളൻ ഉണ്ടല്ലോ ആ ഒരു ഫാദർ അയാൾ വീണ്ടും തിരിച്ചു വരുന്നു. കാരണം അയാളുടെ ആ ഒരു ശാപം ഇല്ലാണ്ടായി. എന്നിട്ട് ആ ഒരു റാണി വീണ്ടും തിരിച്ചു വന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഹീറോ ചോദിക്കുന്നുണ്ട്, ആ ഒരു ഹൃദയത്തെ പറ്റിയുള്ള കാര്യം എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനൊരു കാരണമുണ്ട് ഗോൾഡൻ, നിന്നെ ഈ ഒരു ലോകത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് ചില സത്യങ്ങൾ ഞങ്ങൾ മറച്ചു വെച്ചു. പക്ഷെ ഇപ്പോഴും നിന്നെ കൊണ്ട് കഴിയും. കാരണം നിനക്ക് അന്ന് ആ ഒരു റാണിയെ കൊല്ലാൻ കഴിയുമെങ്കിൽ നിനക്ക് ഒരു തവണ കൂടി അവളെ കൊല്ലാനായിട്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോ ആയാലും ഒളിപ്പിച്ചു വെച്ചിരുന്ന തന്റെ ഒരു വാളുണ്ടല്ലോ ആ ഒരു വാളും എടുത്ത് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോയിൻ അവിടെ വന്ന് ഞാൻ നിന്നെ സഹായിക്കാനായിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ അപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവൾ പറയും, ഞാനൊരു മന്ത്രവാദിനി തന്നെയാണ് എന്നും പറഞ്ഞിട്ട് എനിക്ക് അവരെ കൊല്ലാൻ പറ്റില്ല എന്നൊന്നുമില്ല, എനിക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ഇപ്പോൾ അവളോട് വിശ്വാസമായിട്ട് ഇവർ രണ്ടുപേരും വെളിയിലേക്ക് പോകുമ്പോൾ പീറ്റർ എന്ന് പറഞ്ഞ അവനും ഇവരോടൊപ്പം തന്നെ വരുന്നുണ്ട്. ഇവരെല്ലാവരും ആ ഒരു റാണി ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ വലിയൊരു പാറയുണ്ട്, അതിലേക്ക് എന്തോ ഒരു വെളിച്ചിങ്ങനെ അടിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് നൂറ്റാണ്ടുകളായിട്ട് ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മന്ത്രവാദിനികളെല്ലാം അതിനകത്താണ് ഉള്ളത്. ഇപ്പൊ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മന്ത്രവാദിനികളെല്ലാം എന്തോ ഒരു പാട്ട് പാടുന്നുണ്ട്. ആ ഒരു പാട്ട് നിർത്തലാക്കണം. ആ ഒരു പാട്ട് നിർത്തലാക്കില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റാണി പ്ലേഗ് വരുത്തുന്ന ആ ഒരു ഈച്ചകളെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു ലോകം മുഴുവനായിട്ട് നശിപ്പിക്കും. അപ്പൊ ഇതിന് വേറെ വഴിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, വേറെ വഴിയുണ്ട്. ഇവരെല്ലാവരെയും ആ ഒരു മന്ത്രം കൊണ്ട് കണക്ട് ചെയ്തേക്കാണ്. അത് നമ്മൾ നിർത്തലാക്കി കഴിഞ്ഞാലേ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് ആ ഒരു പാറകൾ ഇപ്പോൾ തകർത്ത് അതിനകത്ത് നിന്ന് ബ്ലാക്ക് എന്ന് പറഞ്ഞ അവനെ മാത്രം വെളിയിലേക്ക് കൊണ്ടുവരുന്നു. കാണിക്കുമ്പോഴത്തേക്കും അവനെ ആ ഒരു റാണി കൺട്രോളിലാക്കി വെച്ചേക്കാണ്. അതുമല്ല ഇവർ ആ ഒരു മന്ത്രം പറയുന്നതോ ഇവരുടെ സ്വപ്ന ലോകത്തും അത് പോയി നിർത്തലാക്കണം.
അപ്പൊ അത് നിർത്തലാക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ നമ്മുടെ ഹീറോയിൻ മാത്രമാണ്. അത് ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോ ബ്ലാക്കിന്റെ സ്വപ്ന ലോകത്തേക്ക് ചെന്നിട്ട് അവൻ ആ ഒരു മന്ത്രം പറയുമല്ലോ, അത് തടയാനായിട്ട് ശ്രമിക്കും. ആ ഒരു സമയത്താണ് ഇവിടെ ഈ ഒരു ജയിലില് ഈ ഒരു മന്ത്രവാദിനെയെല്ലാം സംരക്ഷിക്കുന്ന ആ ഒരു വലിയ രാക്ഷസ മൃഗം ഉണ്ടല്ലോ, അത് വീണ്ടും ഉണർന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയെ കൊല്ലാനായിട്ട് വരികയാണ്. ഹീറോ ആണെങ്കിലും തന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് ഉപയോഗിച്ച് അതിനെ തിരിച്ച് ഷൂട്ട് ചെയ്തിട്ട് നല്ലതുപോലെ ചാടി വന്ന അതിനൊരു ഒറ്റയിടി അത് തകർന്ന് തരിപ്പണമായി പോകുന്നു. പക്ഷെ അവിടെയാണ് മറ്റൊരു കാര്യം, അത് വീണ്ടും പഴയതുപോലെ തന്നെ തിരിച്ചു വന്ന് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ചെല്ലാണ്. അപ്പോഴേക്കും പീറ്റർ ആണെങ്കിലോ അതിനെ തടയാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അവനെ കൊണ്ട് കഴിയുന്നില്ല. ഒരു വിധത്തിൽ നമ്മുടെ ഹീറോ വീണ്ടും വന്ന് ആ ഒരു രാക്ഷസനെ പിന്നെ അറ്റാക്ക് ചെയ്ത് അതിനെ തവിട് പൊടിയാക്കിയതിനു ശേഷം അതിനെ കൺട്രോൾ ചെയ്യുന്നത് റോബോട്ട് പോലെ ഇരിക്കുന്നത് ഈ ഒരു ഭാഗമാണ്. അതിനെ അങ്ങനെ കൈകൊണ്ട് പിടിച്ച് നശിപ്പിക്കുന്നതും ഇപ്പൊ ആ ഒരു രാക്ഷസ മൃഗം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ ബ്ലാക്കിന്റെ സ്വപ്ന ലോകത്തേക്ക് വന്നിട്ട് അവനെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ഹീറോയിനെ തടഞ്ഞ് ഇവര് രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. അതുമല്ല അതിനിടെ നമ്മുടെ ഹീറോയിന്റെ കൈ ആ സ്വപ്ന ലോകത്ത് മുറിയുമ്പോഴത്തേക്കും റിയൽ വേൾഡിലും അവളുടെ കൈ നല്ലതുപോലെ മുറിയുന്നുണ്ട്. എന്നിരുന്നാലും ഒരു വിധത്തിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ ആ ഒരു കുഴിയിൽ നിന്ന് താഴേക്ക് തള്ളിയിടുമ്പോൾ താഴെ വീണ ബ്ലാക്ക് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു മന്ത്രങ്ങൾ പറയുന്നത് അവിടെ നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇവിടെ വീണ്ടും നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നതും ഇവിടെ നമ്മുടെ വില്ലിയായിട്ടുള്ള റാണി ഉണ്ടല്ലോ, അവളിപ്പോ ഈ ഒരു മനുഷ്യരെല്ലാം കൊന്നതിന് ശേഷം ഈ ഒരു ലോകം എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കാണ്. എന്നിട്ട് അവിടെ വെച്ച് ഹീറോ ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറോ എത്ര അവരോട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും അവരൊരു റാണി മന്ത്രവാദിനി ആയതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അവരോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. അവർ ഒഴിഞ്ഞു മാറി മറഞ്ഞെല്ലാം പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഇല്യൂഷനിൽ നിന്നും അവനെ വീണ്ടും നോർമലായിട്ട് കൊണ്ടുവന്നിട്ട് അവര് മറഞ്ഞു നിന്ന് ഹീറോയെ അറ്റാക്ക് ചെയ്യാണ്. ഹീറോയെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവസാനം ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ താൻ കൊണ്ടുവന്ന ഒരു മന്ത്ര വെളിച്ചമുണ്ട് അതിങ്ങനെ അടിച്ച് പൊട്ടിക്കുന്നതും ഈ ഒരു വാളുണ്ടല്ലോ അതിൽ തീ പിടിക്കുന്നു. അപ്പൊ ഈ ഒരു വാൾ കൊണ്ട് മാത്രമേ അവരെ കൊല്ലാനായിട്ട് കഴിയത്തുള്ളൂ. ഇങ്ങനെ അത് വെച്ചിട്ട് ഈ ഒരു മന്ത്രവാദിനിയെ വെട്ടുമ്പോഴത്തേക്കും അവർക്കിപ്പോ നല്ലതുപോലെ അത് ഏൽക്കുന്നുണ്ട്, കാരണം അവർക്ക് നല്ലതുപോലെ വേദന എടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ അടിച്ച് താഴേക്കിട്ട് ഇപ്പൊ ആ ഒരു മന്ത്രവാദിനിയെ കൊല്ലുമെന്നുള്ള അവസ്ഥയാകുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് പീറ്റർ എന്ന് പറഞ്ഞ അവനുണ്ടല്ലോ, അവനിപ്പോ ഹീറോയിന്റെ കഴുത്തിലേക്ക് തോക്കെടുത്ത് വെച്ചിട്ട് എന്റെ റാണിയെ വെറുതെ വിടാനായിട്ട് ഇങ്ങനെ പറയും. സത്യത്തില് പീറ്ററും ഒരു മന്ത്രവാദിനിയുടെ കുഞ്ഞായിരുന്നു. അതുപോലെ കുട്ടിക്കാലത്ത് ഒരു ആക്സിഡന്റ് നടന്നുകൊണ്ട് അവന്റെ ഉള്ളിലെ ശക്തികളെല്ലാം ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ടാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യനായിട്ട് തന്നെ അവൻ ഇത്രയും കാലം ഒളിച്ച് ജീവിച്ചതും ഇവരുടെ റാണി തിരിച്ചു വരണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇത്രയും കാലം നമ്മുടെ ഹീറോയോടൊപ്പം കഴിഞ്ഞതും. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം നമ്മുടെ ഹീറോയെ ഷൂട്ട് ചെയ്ത് താഴേക്കിട്ട് റാണി ഈ ലോകത്തിലേക്ക് സ്വാഗതം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമ്മുടെ റാണി ആയാലും നേരെ ഹീറോയിന്റെ അടുത്തേക്ക് നടന്നു വന്ന് ഹീറോയിൻ ഒരു മന്ത്രവാദിനിയാണല്ലോ, അതുകൊണ്ട് തന്നെ അവളെ വെച്ച് ആ ഒരു മന്ത്രങ്ങളെല്ലാം അവളുടെ സ്വപ്ന ലോകത്ത് അവളെ കൊണ്ട് പറയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പീറ്ററിനെ സഹായിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് അവൻ ആ ഒരു മന്ത്രവാദിനിയുടെ ശക്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവനിപ്പോ ഒരു വെറും മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവനെ ആ ഒരു റാണി അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് അവൻ ഈ ഒരു റാണിയെ സഹായിച്ചിട്ട് അവസാനം ആ ഒരു ചതിയനി ഇതുപോലൊരു അവസ്ഥ തന്നെ വന്നു. ഇപ്പൊ വെളിയിൽ കാണിക്കുമ്പോഴത്തേക്കും കോടിക്കണക്കിന് ഈച്ചകള് ഈ ഒരു ലോകം മുഴുവനായിട്ടും പറക്കാൻ തുടങ്ങാണ്. കാരണം ഈ ഒരു ഭൂമി മുഴുവനും ഈ ഒരു മന്ത്രവാദിനി അവളുടെ കൈക്കലാക്കാൻ പോകുന്നു. അതേസമയം ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ അവന്റെ സ്വപ്നത്തില് അവന്റെ ഭാര്യയും മകളും അവനോട് വന്ന് സംസാരിക്കാണ്. കാരണം ഈ ഒരു ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കാനായിട്ട് പറയുന്നതും ഹീറോ പെട്ടെന്ന് കണ്ണു തുറന്ന് ഈ ഒരു വിമാനത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്ന് 3 കല്ലുകൾ വാങ്ങിയിരുന്നല്ലോ, ആ ഒരു കല്ലിപ്പോ ഹീറോ എടുത്തിട്ട് അപ്പൊ ഈ ഒരു 3 കല്ലുകളും അടുത്തുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഇടുമ്പോഴത്തേക്കും അപൂർവമായിട്ടുള്ള ഒരു ശക്തിയാണ് അവിടെ ഉണ്ടാവുന്നത്. ഭയങ്കര മഴയും വെളിച്ചവും ഇടിയും മിന്നലും എല്ലാം ഈ ഒരു ഗുഹയ്ക്കുള്ളിലും സംഭവിക്കുന്നു. അപ്പോഴേക്കും ഇത് കണ്ട ആ ഒരു റാണിയാണെങ്കിലോ നിന്നെ എത്ര തവണ കൊന്നാലും നീ തിരിച്ചു വരുന്നു എന്നും പറഞ്ഞ് അവരുടെ പൂർണ്ണ ശക്തിയെടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഹീറോ ശ്രദ്ധിക്കുന്നു ഒരു കാര്യമുണ്ട്, ഈ ഒരു മിന്നലടിക്കുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു വെളിച്ചത്തിൽ ഈ ഒരു റാണിക്ക് നല്ലതുപോലെ കാണാൻ കഴിയത്തില്ല. ആ ഒരു ഗ്യാപ്പില് തന്റെ ആ ഒരു വാളുണ്ടല്ലോ അതെടുത്ത് ഈ ഒരു റാണിയുടെ ദേഹത്തേക്ക് ഒരു ഒറ്റയേറ്. അപ്പോഴേക്കും ആ ഒരു വാളിലാണെങ്കിലോ ഈ ഒരു മിന്നലി തട്ടി അതിൽ തീ പിടിക്കുന്നതും ഈ ഒരു റാണിയുടെ ദേഹത്ത് കൊള്ളുമ്പോൾ അവരെന്തായാലും മരിച്ച് താഴെ വീഴും. അങ്ങനെ അത് നമ്മുടെ റാണിയുടെ ശരീരത്തിലേക്ക് കൊള്ളുന്നതും ഇപ്പൊ റാണി പതിയെ പതിയെ കരിഞ്ഞില്ലാതാവുകയാണ്. അതുമല്ല റാണിയുടെ ദേഹത്തുള്ള ഒരു പ്രത്യേക പവർ നേരെ ഹീറോയുടെ ദേഹത്തേക്ക് വന്ന് അടിക്കുന്നതും ഹീറോയിൻ താഴെ വന്ന് വീഴുന്നു. അവന്റെ കയ്യിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുള്ള ആ ഒരു പവറും ഹീറോയ്ക്ക് ഇപ്പൊ തിരിച്ചു കിട്ടി. അതുമല്ലാതെ ഈ ഒരു റാണി പുറത്ത് വിട്ട ആ ഒരു ഈച്ചകളുണ്ടല്ലോ അതെല്ലാം ഈ ഒരു ലോകത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടായി പോവുകയും ചെയ്യാണ്. അങ്ങനെ ആ ഒരു റാണി അവിടെ കരിഞ്ഞില്ലാണ്ടാവുന്നതും ഇപ്പോ ഹീറോയിൻ ഓടി വന്നിട്ട് ഹീറോയെ പിടിക്കുമ്പോഴത്തേക്കാണ് അവൻ മരിച്ചതുപോലെ കിടക്കുന്നു. അവളങ്ങനെ കരയുമ്പോഴത്തേക്കും പെട്ടെന്ന് അവന്റെ മുറിവെല്ലാം താനെ തന്നെ ഉണങ്ങുന്നുണ്ട്. കാരണം അവൻ ആ ഒരു പവർ തിരിച്ചു കിട്ടിയത് കൊണ്ട് തന്നെ ഇനിയും ഹീറോയ്ക്ക് മരണമില്ലാത്ത ജീവിതമായിരിക്കും. അങ്ങനെ ഹീറോ എഴുന്നേറ്റിട്ട് ഇപ്പൊ ആ ഒരു വാളുകൊണ്ട് ഈ റാണിയുടെ ഹൃദയം ഉണ്ടല്ലോ അതില്ലാണ്ടാക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോയും പറയും ഇല്ല അത് നശിപ്പിക്കരുത്, നശിപ്പിച്ചു കഴിഞ്ഞാൽ നീയും ഇല്ലാണ്ടാവും, നിന്നെ എന്തായാലും ഈ ഒരു ലോകത്തിനും ആവശ്യമാണ്, അതേപോലെ തന്നെ എനിക്കും ആവശ്യമാണെന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല നമ്മുടെ ഹീറോയെ സ്നേഹിക്കുന്നു. ആ ഒരു കാര്യം മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിലോ ഈ ഒരു ഹൃദയം സംരക്ഷിക്കാം എന്നുള്ള രീതിയിൽ
ആ ഒരു ഹൃദയം സംരക്ഷിക്കാൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ ഹീറോ ആയാലും ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. കാരണം ഇത്രയും കാലം ഹീറോ ഒറ്റയ്ക്കാണ് ജീവിച്ചിരുന്നത്. ഇനി മുതൽ ഇവർ രണ്ടുപേരും സ്നേഹിച്ച് ഒരുപാട് കാലം ജീവിക്കും എന്നും കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ ഈ ഒരു മൂവി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം എന്തായാലും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.